Hello, good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Oh, പറഞ്ഞോളൂ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? Yes, ma'am. Yes. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ഇതൊക്കെ പഠിച്ചായിരുന്നോ? നോക്കിയായിരുന്നോ? യെസ്. ലച്ചു ഷാജു എന്ന് പറഞ്ഞേ. ലച്ചു ഷാജി. ഇതൊക്കെ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണ് ലേബർ റൂമിലുള്ളത്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ല? Yes, hand washing. പെട്ടെന്ന് പറയാവുന്നല്ലേ ഉള്ളൂ. വേറെ പ്രൊട്ടക്റ്റീവ് ക്ലോത്ത്, proper disposal of biomedical waste, proper handling of sharp objects. സൗണ്ട് കേൾക്കുന്നുണ്ടോ? ശരിയാക്കി തരാം കേട്ടോ. അടുത്ത ക്ലാസ്സിലെ പിള്ളേരാണ്. ഇപ്പൊ കുറഞ്ഞോ? ശബ്ദം കുറഞ്ഞോ? ഓക്കെ. യെസ്. ഓക്കെ, നിങ്ങൾ നോക്കിയിട്ടുണ്ടെന്ന് മനസ്സിലായി. ഇനി നമുക്ക് ന്യൂ ബോൺ കെയർ നോക്കാം. ഓക്കെ, ന്യൂ ബോൺ കെയർ. എന്താണ് ന്യൂ ബോൺ കെയർ? പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കോ. 85. ന്യൂ ബോൺ കെയർ. ന്യൂ ബോൺ ആരാണ്? ന്യൂ ബോൺ ബേബി അല്ലെ? ഇൻഫാന്റ് ബേബീസ്, നവജാത ശിശുക്കൾ അല്ലെ? ന്യൂ ബോൺ ബേബീസിന്റെ സംരക്ഷണം എങ്ങനെയാണ്? PPE meaning of personal protective wear. Personal protective wear. Sorry, equipments. Personal protective equipment. PPE. നമ്മൾ ആദ്യത്തെ ക്ലാസ് തുടങ്ങി പറഞ്ഞോണ്ടിരിക്കുന്നത് കേട്ടോ. നോട്ട് ചെയ്യണേ. ഓക്കെ.
Necessary care at birth of a newborn is compulsory for all labor rooms and obstetric OTs of the delivery point. Well-qualified pediatricians, staff nurses, and support staff are needed. The service given at newborn care facilities consists of newborn care area എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ന്യൂബോൺ കെയർ ഏരിയ എന്ന് പറയുന്നത് ഏറ്റവും വെൽ ക്ലീൻഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കും അല്ലെ. ലേബർ റൂംസ് തൊട്ടടുത്ത് തന്നെയായിട്ടുള്ളൊരു റൂം ആയിരിക്കും എന്താ ന്യൂബോൺ കെയർ റൂംസ് എന്ന് പറയുന്നത്. ദെൻ അവിടെ ആരൊക്കെ ഉണ്ടായിരിക്കും? ന്യൂബോൺ കെയറിൽ ആരൊക്കെയായിരിക്കും ഉണ്ടായിരിക്കുന്ന സ്റ്റാഫുകൾ ആരൊക്കെയാണ്? വെൽ ക്വാളിഫൈഡ് പീഡിയാട്രീഷ്യൻസ് അല്ലെ. പീഡിയാട്രീഷ്യൻസ് ഉണ്ടായിരിക്കും, ശിശുരോഗ വിദഗ്ധരുണ്ടായിരിക്കും, സ്റ്റാഫ് നഴ്സസ് ഉണ്ടായിരിക്കും, ആൻഡ് സപ്പോർട്ടിംഗ് സ്റ്റാഫ്സുകളും ന്യൂബോൺ കെയർ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരിക്കും. അതൊക്കെയാണ് പീഡിയാട്രീഷ്യൻസ്, സ്റ്റാഫ് നഴ്സസ് ആൻഡ് സപ്പോർട്ട് സ്റ്റാഫുകൾ. ഓക്കെ, എന്തൊക്കെ സർവീസസുകളാണ് ന്യൂബോൺ ഫെസിലിറ്റീസിൽ ഉൾപ്പെടുന്നത്? കെയർ അറ്റ് ബർത്ത്. എന്തൊക്കെയാണ് കെയർ അറ്റ് ബർത്ത്? ജനന സമയത്തുള്ള കുഞ്ഞിന്റെ പരിചരണം അല്ലെ. ന്യൂബോൺ കെയർ പരിചരണം. കെയർ അറ്റ് ബർത്ത് എന്ന് പറഞ്ഞതാണ് ജനന സമയത്തെ കുഞ്ഞിന്റെ പരിചരണം. എവിടെയാണ് നടത്തപ്പെടുന്നത്? ന്യൂബോൺ കെയർ സെന്റേഴ്സിലാണ് കെയർ അറ്റ് ബർത്ത് നടത്തപ്പെടുന്നത് അല്ലെ. കുഞ്ഞുങ്ങളെ അവർ ജനന സമയത്തെ കുഞ്ഞുങ്ങളെ പരിചരിക്കുന്നത് ആ ഒരു ഡിപ്പാർട്ട്മെന്റിലാണ്. ബേസിക് കെയർ ആൻഡ് സ്റ്റെബിലൈസേഷൻ ഓഫ് സിക്ക് ന്യൂ ബോൺ. ന്യൂ ബോൺ എന്നാണ്, POR എന്നാണ്, POR എന്നാണ് കേട്ടോ. ഹോളിനല്ലേ കിടക്കുന്നത്? ഇവിടെ H എന്നാണ് കിടക്കുന്നത്, B ആക്കണേ. ബേസിക് കെയർ ആൻഡ് സ്റ്റെബിലൈസേഷൻ ഓഫ് സിക്ക് ന്യൂ ബോൺ എന്താണ്? ആ സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള അസുഖമുള്ള കുട്ടികൾക്ക് അല്ലെ, അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള രീതിയിലായിരിക്കും പരിചരണം ഉണ്ടായിരിക്കുക. സിക്ക് ന്യൂ ബോൺ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാവുന്ന കുട്ടികൾക്ക് അല്ലെ. ആ സമയത്ത് ജനനസമയത്ത് ഉണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള സിക്ക് ഉണ്ടാവുന്ന സമയത്തുള്ള കുട്ടികളെ പ്രത്യേക രീതിയിലായിരിക്കും അവിടെ സ്റ്റേബിൾ ആയിട്ട് വെക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെ. അപ്പൊ അവർക്ക് ബേസിക് ആയിട്ടുള്ള കെയറുകളായിരിക്കണം നൽകേണ്ടത്. ദെൻ റീസിസിയേഷൻ. എന്താണ് റീസിസിയേഷൻ? റീസിസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പുനരുജ്ജീവനം. കേട്ടിട്ടുണ്ടോ? പുനരുജ്ജീവനം. യെസ്, എന്താണ് പുനരുജ്ജീവിക്കുക എന്ന് പറഞ്ഞാല്? റീസസിയേഷൻ മെത്തേഡ്സ്. ന്യൂബോൺ കെയറിന്റെ റീസസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നവജാത ശിശുക്കളുടെ പുനരുജ്ജീവനം എന്ന് അർത്ഥമാക്കുന്നത് എന്താണ്? എന്തായിരിക്കാം? അൺഎബിൾ ടു ബ്രീത്ത് അല്ലെ. ഏതെങ്കിലും തരത്തിലുള്ള ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവുന്ന ടൈമില് കുട്ടികൾ എന്താ ചെയ്യുന്നത്? ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് മാറ്റുന്നതിനായിട്ടുള്ള മെത്തേഡ്സുകൾ യൂസ് ചെയ്തിട്ട് അവരതിൽ നിന്നും രക്ഷിക്കപ്പെടുന്ന ഒരു പ്രോസസ്സാണ് റീസസിയേഷൻ എന്ന് പറയുന്നത് അല്ലെ. ഏതെങ്കിലും തരത്തിലുള്ള ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരിക്കും അല്ലെ, ശ്വാസ തടസ്സമോ അല്ലെങ്കിൽ ഇൻ ഓർഡർ ടു ബ്രീത്ത് അല്ലെ, ബ്രീത്ത് കൃത്യമായിട്ട് ക്രമരഹിതമായിട്ട് ശ്വസിക്കാൻ കഴിയാത്ത സിറ്റുവേഷൻസിൽ കുട്ടികൾ എന്താണ് അവർക്ക് വേണ്ടിയിട്ടുള്ള പരിചരണങ്ങൾ കൃത്യമായി നൽകുന്നത് ന്യൂബോൺ കെയറിലാണ്. ഓക്കെ, then displaying of vitals. Displaying of vitals എന്താണ്? Displaying of vitals എന്താണ് ഡിസ്പ്ലേ ചെയ്യുന്നത്? എന്തായിരിക്കാം ഡിസ്പ്ലേ ചെയ്യുന്നത്? കുഞ്ഞിന്റെ വൈറ്റൽ സയൻസുകൾ അല്ലെ. കുഞ്ഞിന്റെ വൈറ്റൽ സയൻസുകളായ എന്തൊക്കെയാണ്? ടെമ്പറേച്ചർ, ഹാർട്ട് റേറ്റ്, പൾസ്, ഇത്തരം കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെ. ഇത്തരം കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുന്നുള്ള
ആ ഡിസ്പ്ലേ മോണിറ്ററിലായിരിക്കും ഇത്തരം കാര്യങ്ങൾ കുട്ടികളുടെ വൈറ്റൽ സയൻസുകൾ അവരെ മോണിറ്റർ ചെയ്യുന്നത്. റെസ്പിറേഷൻ അല്ലെ, കുട്ടിയുടെ ആ ഒരു റെസ്പിറേഷൻ ആ ഒരു മെഷർ എങ്ങനെയാണ് അതെല്ലാം കൂടി ചെക്ക് ചെയ്യുന്നതാണ് ഡിസ്പ്ലേയിങ് ഓഫ് വൈറ്റൽസ് എന്ന് പറയുന്നത്. ഓക്കെ, then immunization services എന്താണ്? പ്രതിരോധ കുത്തിവെപ്പുകൾ അല്ലെ, വാക്സിനേഷൻസ്. കുഞ്ഞിനെ ജനിച്ച ഉടനെ നൽകുന്ന വാക്സിനേഷൻ ഏതാണ്? കുഞ്ഞിനെ ജനിച്ച ഉടനെ നൽകുന്നത് BCG വാക്സിനേഷൻ അല്ലെ, BCG വാക്സിനേഷൻ ഇങ്ങനെ ജനിച്ച ഉടനെ തന്നെ നൽകുന്ന വാക്സിനേഷൻ ആണ് നൽകുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് ഇമ്മ്യൂണൈസേഷൻ പ്രതിരോധ കുത്തിവെപ്പുകളൊക്കെ സർവീസസ് ഒക്കെ നടത്തുന്നത് ന്യൂ ബോൺ കെയറിലെ ഫെസിലിറ്റീസിൽ ഉൾപ്പെടുന്നവയാണ്. Then check for any inborn irregularity. Check for any inborn irregularity. എന്താണ്? ജനന സമയത്ത് കുട്ടികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ ഇറഗുലാരിറ്റീസ് ഉണ്ടോ, ഡിസബിലിറ്റീസ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നതിനായിട്ടാണ് ആ ഒരു സമയത്ത് കുട്ടികളെ ചെക്ക് ചെയ്യുന്നത്. എന്തൊക്കെ ഇറഗുലാരിറ്റി ആയിരിക്കും ഉണ്ടാകുന്നത് ആ ഒരു സമയത്ത്? ആഫ്റ്റർ ദി ബർത്തില് കുഞ്ഞുങ്ങൾക്ക് എന്തെല്ലാം തരത്തിലുള്ള ഇറഗുലാരിറ്റീസ് ഉണ്ടായിരിക്കാം? ചില കുട്ടികൾക്ക് കാഴ്ച ശക്തി ഉണ്ടായിരിക്കില്ല, കേൾവി ശക്തി ഉണ്ടായിരിക്കില്ല അല്ലെ. ഹൃദയത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ശ്വസന തടസ്സങ്ങൾ, എന്തെങ്കിലും തരത്തിലുള്ള ഹൃദയത്തിന്റെ ആ വാൽവിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ കുഞ്ഞിനെ കൃത്യമായ രീതിയിൽ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും അല്ലെ. യെല്ലോ കളർ ഉണ്ടായിരിക്കും അല്ലെ, മഞ്ഞപ്പ് ഉണ്ടാവും. നമ്മൾ പറഞ്ഞിട്ടില്ലേ കുഞ്ഞിനെ മഞ്ഞപ്പുണ്ട്, അതുകൊണ്ട് കുഞ്ഞിനെ NICUലേക്ക് മാറ്റിയിരിക്കുകയാണ് അല്ലെ. കുഞ്ഞിന്റെ ശരീരം മൊത്തം മഞ്ഞ കളറിലായിരിക്കും. അപ്പൊ ആ ഒരു സമയത്ത് കുഞ്ഞിനെ ആ NICUലേക്ക് മാറ്റുന്നു. ദെൻ അതിനെ മഞ്ഞപ്പ് എന്ന് പറയും. NICU അറിയാലോ, നിയോനാറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. കുഞ്ഞുങ്ങളെ കെയർ ചെയ്യുന്ന യൂണിറ്റ് ആണ് NICU, നിയോനാറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. നിയോനാറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് NICU. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ എക്സ്ട്രാ മോണിറ്ററിംഗിന് വേണ്ടിയിട്ട് അല്ലെ. കുട്ടീനെ എക്സ്ട്രാ മോണിറ്ററിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്താ NICUലേക്ക് മാറ്റുന്നത്. ഇപ്പൊ മഞ്ഞപ്പോ അല്ലെങ്കിൽ കുഞ്ഞിന് വെയിറ്റ് ഓവർ വെയിറ്റ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് എന്താണ് കുഞ്ഞിനെ NICUലേക്ക് മാറ്റുന്നത്. ഓക്കെ, ഫോർ ബെറ്റർ മോണിറ്ററിംഗ് നൽകാൻ വേണ്ടിയിട്ട്. NICUവിന്റെ ഫുൾ ഫോം ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. നിയോനാറ്റൽ NEONATAL നിയോനാറ്റൽ intensive care unit. Neonatal intensive care unit. Okay. Then പിന്നെ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നോക്കുന്നത്? ബ്രസ്റ്റ് ഫീഡിങ് ആൻഡ് ഫീഡിങ് സപ്പോർട്ട്. ബ്രസ്റ്റ് ഫീഡിങ് ആൻഡ് ഫീഡിങ് സപ്പോർട്ട്. കുഞ്ഞിനെ ആ ഒരു സമയത്ത് ആഫ്റ്റർ ബർത്തിന് ശേഷം കുഞ്ഞിനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നതിനുള്ള ഒരു സപ്പോർട്ട് നൽകുന്നത് എവിടെയാണ്? ന്യൂ ബോൺ കെയർ ഡിപ്പാർട്ട്മെന്റ്സിലായിരിക്കും കുഞ്ഞിന്റെ ആദ്യത്തെ ബ്രസ്റ്റ് ഫീഡിങ് ടൈമുകളിൽ. Then look into high risk newborn. Look into high risk newborn. എന്താണ്? Look into അനിൽകുമാർ എന്തായിട്ട് മനസ്സിലായില്ല. ലുക്കിംഗ് ഓഫ് ഹൈ റിസ്ക് ന്യൂബോൺ എന്ന് പറഞ്ഞാൽ ഉയർന്ന അപകട സാധ്യതയുള്ള കുട്ടികൾക്ക് പ്രത്യേക രീതിയിലുള്ള എന്താണ് പരിചരണം നൽകുന്നത് അല്ലെ. എന്തെങ്കിലും ഹൈ റിസ്ക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? ഹൈ റിസ്ക് എന്ന് പറഞ്ഞ കുഞ്ഞുങ്ങളിൽ എന്തൊക്കെയായിരിക്കും ഹൈ റിസ്ക് ഉൾപ്പെടുന്നത്? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ആണെങ്കിൽ ശ്വാസ തടസ്സം ബുദ്ധിമുട്ട്. ദെൻ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഡിസബിലിറ്റീസ് കാണിക്കുകയാണെങ്കിൽ കുഞ്ഞിന്റെ അല്ലെങ്കിൽ കുഞ്ഞ് ചിലപ്പോ എന്താണ് ചില കുട്ടികൾ ജനിച്ച ഉടനെ ചിലപ്പോ കരയണമെന്നില്ല അല്ലെ. ചിലപ്പോ അനങ്ങാതെ ഒരു യാതൊരു വിധത്തിലുള്ള അടക്കങ്ങൾ ഉണ്ടായിരിക്കില്ല കുട്ടികൾക്ക്. ഓക്കെ, അപ്പോ ഏതെങ്കിലും തരത്തിലുള്ള
ചിലപ്പോ എല്ലാ ഓർഗൻസും ഡെവലപ്പ് ആവാതെയായിരിക്കും കുഞ്ഞ് ജനിച്ചിരിക്കുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഡിഫിക്കൽട്ടീസ് ആ കുഞ്ഞ് കാണിക്കും. അപ്പൊ അത്തരത്തിലുള്ള കുട്ടികൾ എന്താണ് പ്രത്യേക കെയർ ആയിരിക്കണം അവർക്ക് കൊടുക്കേണ്ടത്. ഓക്കെ, അതാണ് ലുക്കിംഗ് ടു ഹൈ റിസ്ക് ന്യൂ ബോൺ എന്ന് പറയുന്നത്. ദെൻ റെഫറൻസ് സർവീസസ് എക്സെട്ര. പിന്നെ എന്താണ് ആ കുഞ്ഞിന്റെ ബാക്കി മറ്റുള്ള കാര്യങ്ങൾ റെഫറൻസ് ചെയ്തിരിക്കണം. എന്തൊക്കെ കാര്യങ്ങളാണ് ന്യൂ ബോണില് ന്യൂ ബോൺ കെയർ ഫെസിലിറ്റീസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കൺസിസ്റ്റ് ചെയ്യുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ്? കെയർ അറ്റ് ബർത്ത്, basic care and stabilization of sick newborn, resuscitation, displaying of vitals, immunization services, check for any inborn irregularity, then breastfeeding and feeding support, look into a high risk of newborn, then reference services, etc. Okay. Any for proper newborn care, things required to be done. Any എന്തൊക്കെ പ്രോപ്പർ ആയിട്ട് ന്യൂബോൺ കെയറിന് എന്തൊക്കെ രീതിയിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് എന്താ ന്യൂബോൺ കെയർ, നമുക്കറിയാം അല്ലെ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും കൂടുതൽ അവിടെ ശ്രദ്ധിക്കേണ്ടത്? എന്തൊക്കെ കാര്യങ്ങളായിരിക്കണം? എന്തൊക്കെ ആവശ്യകതകൾ അവിടെ ഉണ്ട്? ബിഫോർ ഹാൻഡ്ലിംഗ് ദ ബേബി സ്ട്രിക്ട്ലി വാഷ് ഹാൻഡ്സ്. Before handling the baby, strictly wash hands. എന്ന് പറഞ്ഞാൽ എന്താണ്? ആ കുഞ്ഞിനെ എടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ എന്താണ് ആ കൈകള് വാഷ് ചെയ്തിരിക്കണം. യെസ്, ഹാൻഡ് വാഷ് പ്രോപ്പർ ആയിട്ട് ചെയ്തിരിക്കണം. Then rooming in the baby with the mother. എന്താണ് rooming in the baby with the mother എന്ന് പറഞ്ഞാല്? അമ്മയ്ക്കൊപ്പമുള്ള കുഞ്ഞിന്റെ മുറി അല്ലെ. അമ്മയ്ക്കൊപ്പമുള്ള കുഞ്ഞിന്റെ മുറി എങ്ങനെയായിരിക്കണം? അമ്മയും കുഞ്ഞും സുരക്ഷിതമായിട്ടൊരു റൂമിലായിരിക്കണം അല്ലെ. വളരെ ക്ലീൻ ചെയ്തിട്ടുള്ള നല്ലൊരു അറ്റ്മോസ്ഫിയറിലായിരിക്കണം അമ്മയും കുഞ്ഞും സുരക്ഷിതമായിട്ട് ഇരിക്കേണ്ടത്. കീപ്പിംഗ് ദ ബേബി വാം. എന്തിനാണ് കീപ്പിംഗ് ദ ബേബി വാം എന്ന് പറയുന്നത്? കുഞ്ഞിന് എന്തിനാണ് ചൂട് നിലനിർത്തുന്നത്? യെസ്, ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെ, പ്രതിരോധത്തിന് വേണ്ടിയിട്ട് കുഞ്ഞിനെ എന്താണ് ചൂടിലിടാൻ, കീപ്പിംഗ് ദ ബേബി വാം, കുഞ്ഞിനെ ചൂട് നിലനിർത്തേണ്ടതാണ്. പിന്നെന്താണ് എക്സ്ട്രാ എന്നല്ല കേട്ടോ, എക്സ്ട്രാ എന്നാണ് ഇവിടെ അടുത്ത പോയിന്റിൽ എക്സ്ട്രാ എന്നാണ് കിടക്കുന്നത്. എക്സ്ട്രാ എന്നാക്കണേ. EXTRA, extra care. Extra care should be taken to the temperature in preterm and LBW baby. ആർക്കാണ് എക്സ്ട്രാ കെയർ കൊടുക്കേണ്ടത്? LBW എന്ന് പറഞ്ഞ എന്താണ്? ലോ ബർത്ത് വെയിറ്റ്. LBW യുടെ ഫുൾ ഫോം ആണ് പറയുന്നത് ലോ ബർത്ത് വെയിറ്റ്. LOWBIRTHWEIGHT, low birth weight. ലോവർ ബർത്ത് വെയിറ്റ് എന്ന് പറയുമ്പോൾ എത്ര ഗ്രാംസിൽ കുറവുള്ള കുട്ടികളായിരിക്കാം? 2 അല്ലെ, 2 ഗ്രാമിലൊക്കെ കുറവുള്ള കുട്ടികളായിരിക്കും എന്ത് ബിലോ. ശരിയാണ്, ബിലോ എത്രയായിരിക്കും? എങ്ങനെയാണ് എത്രയുള്ള കുട്ടികളാണ് പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ടത്? ലോവർ വെയിറ്റ് വരുന്നത് എത്ര ഗ്രാമിൽ വരുമ്പോഴാണ്? 1.5 അല്ലെങ്കിൽ 2.5. ഓക്കെ, ഇത്രയുള്ള കുട്ടികൾക്ക് എക്സ്ട്രാ കെയർ ആയിരിക്കും നമ്മൾ കൊടുക്കേണ്ടത്. നോർമൽ എന്ന് പറയുമ്പോൾ ഒരു 2,500 മുകളിലായിരിക്കും അല്ലെ. നോർമൽ വെയിറ്റ് എന്ന് പറയുമ്പോൾ 2,500 മുകളിലാണ്. ഓക്കെ, 2,500 മുതൽ 2,500 മുകളിലേക്കുള്ള വെയിറ്റ് എനിക്ക് കുഴപ്പമില്ലാതെ എടുക്കാം. 2ന് താഴേക്ക് വരുമ്പോഴാണ്, അല്ലെങ്കിൽ 1,500 താഴെ വരുമ്പോഴാണ് എന്താണ് അത് ലോവർ വെയിറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, then keep the
കോഡ് ഡ്രൈ ആൻഡ് ക്ലീൻ. കോഡ് അറിയാലോ, അംബ്ലിക്കൽ കോഡ് അല്ലെ. ഡെലിവറി സമയത്ത് അമ്മയും കുഞ്ഞുമായിട്ട് എന്താണ് ഡിസ്കണക്ട് ചെയ്യുന്ന അംബ്ലിക്കൽ കോഡില് പൊക്കിൾക്കൊടി എന്തായാലും കുഞ്ഞിന്റെ അവിടെ ആ ഒരു പൊക്കിളിൽ അതിങ്ങനെ കണക്ട് ചെയ്തെന്താണ് ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് എപ്പോഴും എന്താണ് ഈ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൽ യാതൊരു വിധത്തിലുള്ള ഇൻഫെക്ഷൻസ് ഒന്നും വരാനായിട്ട് പാടില്ല. പഴുപ്പോ അല്ലെങ്കിൽ അവിടെ ആ ഭാഗത്ത് നനവോ ഒന്നും വരാനായിട്ട് പാടുള്ളതല്ല അല്ലെ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ എന്താണ് കുഞ്ഞിന് ഇൻഫെക്ഷൻസ് ഉണ്ടാവാനും കുഞ്ഞിന് അസുഖം വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോ അംബ്ലിക്കൽ കോഡ് എപ്പോഴും എങ്ങനെയായിരിക്കും വെക്കണം? ക്ലീൻ ആൻഡ് ഡ്രൈ ആക്കി തന്നെ ആയിരിക്കണം ആ കുഞ്ഞിന്റെ പൊക്കിൾക്കൊടി സൂക്ഷിക്കേണ്ടത്. അത് കുറച്ച് ദിവസങ്ങൾക്കൊക്കെ കുഞ്ഞിൽ തന്നെ വിട്ടുപോകും, അല്ലെങ്കിൽ നമ്മളത് കട്ട് ചെയ്ത് കളയേണ്ടി വരും. ചില കുട്ടികൾ തന്നെ വിട്ടുപോരും, ഉണങ്ങി കഴിയുമ്പോൾ തന്നെ വിട്ടുപോകും. ഈ കുറച്ച് ചിലവർക്ക് പോകാതിരിക്കുമ്പോൾ അത് കട്ട് ചെയ്തിട്ടായിരിക്കും കളയുന്നത്. ഓക്കെ, കീപ് ദ കോഡ് ഡ്രൈ ആൻഡ് ക്ലീൻ. Care providers should perceive the newborn at given intervals after delivery. എന്താണ് നിശ്ചിത ഇടവേളകളില് ഈ ന്യൂബോൺ ബേബീസിനെ, നവജാത ശിശുക്കളെ എന്താണ് അവരെ നോട്ട് ചെയ്തുകൊണ്ടിരിക്കണം അല്ലെ. കൃത്യമായിട്ടുള്ള ഇന്റർവെൽസിൽ, നിശ്ചിതമായിട്ടുള്ള ഇടവേളകളില് ഈ ന്യൂബോൺ ബേബീസിനെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അത്തരം കാര്യങ്ങളാണ് പ്രോപ്പർ ന്യൂബോൺ കെയറില് റിക്യൂർ ചെയ്യുന്ന കുറച്ച് തിങ്സ് എന്ന് പറയുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ്? ബിഫോർ ഹാൻഡ്ലിംഗ് ദ ബേബി സ്ട്രിക്ട്ലി വാഷ് ഹാൻഡ്സ്. കുഞ്ഞിനെ എടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നിർബന്ധമായ എന്താണ് കൈകള് വാഷ് ചെയ്തിരിക്കണം. പിന്നെ റൂമിംഗ് ഇൻ ദ ബേബി വിത്ത് മദർ, അമ്മയും കുഞ്ഞുമൊത്തുള്ള മുറി വളരെ സുരക്ഷിതമായിരിക്കണം. എന്താണ് വളരെ ക്ലീൻ ആയിട്ടുള്ള റൂം ആയിരിക്കണം. അമ്മയ്ക്ക് കുഞ്ഞിന് മാത്രമുള്ള ഒരു സംരക്ഷണം അവിടെ ഉണ്ടായിരിക്കണം ആ റൂമില്. കീപ് ദ ബേബി വാം, കുഞ്ഞിന് കൃത്യമായിട്ടുള്ള ചൂട് നിലനിർത്തണം. കുഞ്ഞിനെ ഗ്രോത്ത് ഉണ്ടാവാനായിട്ട്, രോഗശേഷി ഉണ്ടാവാനായിട്ട് കുഞ്ഞിനെ കൃത്യമായിട്ട് കീപ്പിംഗ് ദ ബേബി വാം ഉണ്ടായിരിക്കണം. എക്സ്ട്രാ കെയർ ഷുഡ് ബി ടേക്കൺ ടു ദ ടെമ്പറേച്ചർ ഇൻ preterm and LBW baby. ലോവർ വെയിറ്റ് ഉള്ള കുട്ടികൾക്ക് അല്ലെ, ലോവർ ബർത്ത് വെയിറ്റ് ഉള്ള കുട്ടികൾക്ക് എക്സ്ട്രാ കെയർ നൽകേണ്ടതാണ്. Then keep the cord dry and clean. കുഞ്ഞിന്റെ പൊക്കിൾക്കൊടി ഡ്രൈയും ക്ലീനുമായിട്ട് സംരക്ഷിക്കേണ്ടതാണ്. The care provider should perceive the newborn at given intervals after the delivery. ഡെലിവറിക്ക് ശേഷം നിശ്ചിത ഇടവേളകളിൽ എന്താണ് ന്യൂബോൺ ബേബീസിനെ കെയർ പ്രൊവൈഡേഴ്സ് നോക്കേണ്ടതാണ്. ഓക്കെ, ക്ലിയർ ആണോ പോയിന്റ്സുകള്? ഹലോ, കേൾക്കുന്നുണ്ടോ? യെസ്, ഉറക്കം വരുന്നുണ്ടോ നിങ്ങൾക്ക്? കോഡ്, അംബ്ലിക്കൽ കോഡ്, പൊക്കിൾക്കൊടി. അംബ്ലിക്കൽ കോഡ് എന്നാണ് കൊടുത്തിട്ടുള്ള. കോഡ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് പൊക്കിൾക്കൊടിയാണ് കേട്ടോ. ഓക്കെ, നമുക്ക് എന്തൊക്കെ പ്രോട്ടോകോൾസ് ആണ് ഒരു ലേബർ റൂമിന്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ? പ്രോട്ടോകോൾസ് ഫോർ ദ എൻട്രി ടു ദ ലേബർ റൂം. എന്തൊക്കെ പ്രോട്ടോകോൾസ് ആണ് ലേബർ റൂമിന്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ടത്? ഓക്കെ, എന്തൊക്കെയായിരിക്കും? Entry to the labor room should be indirect. Typically a buffer zone required to be made if possible to change of shoes, wear of mask and cap before getting into the labor room. എന്താണ് ലേബർ റൂമിൽ കയറുന്ന സമയത്ത് എന്താണ് ഇതൊരു ബഫർ സോൺ എന്ന് പറയാനുള്ള കാരണം അത് പ്രത്യേക മേഖലയാണ് അല്ലെ, വളരെയധികം കെയർ കൊടുക്കേണ്ട ഒരു മേഖലയാണ് എന്താ ലേബർ റൂം. അതുകൊണ്ടാണ് അവിടെ ബഫർ സോൺ എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. പ്രത്യേക മേഖലയാണ് എന്താ ലേബർ റൂം. അപ്പൊ അവിടെ നമുക്ക് എങ്ങനെയായിരിക്കും കയറാൻ സാധിക്കുക? എങ്ങനെയായിരിക്കണം കയറേണ്ടത്? ലേബർ റൂമിൽ കയറുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മള് എന്ത് ചെയ്തിരിക്കണം? പോസിബിൾ ടു ചേഞ്ച് ഓഫ് ഷൂസ് അല്ലെ, അതിന്റെ അകത്ത് ഉപയോഗിക്കുന്ന ഷൂസ് ചെപ്പൽസ് മാത്രമേ അതിന്റെ അകത്ത് ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. ഷൂസ് മാത്രം ഉപയോഗിക്കാനേ പാടുള്ളൂ. വെയർ മാസ്ക് അല്ലെ, മാസ്ക് ഉപയോഗിക്കാം, ക്യാപ്പ് ഉപയോഗിക്കാം. അത്തരം കാര്യങ്ങള്
പ്രൊട്ടക്റ്റീവ് വേഴ്സുകൾ ഉപയോഗിച്ചിട്ടുകൊണ്ട് മാത്രമായിരിക്കണം ലേബർ റൂമിലേക്ക് നമ്മൾ എൻട്രി ചെയ്യേണ്ടത്, പ്രവേശിക്കേണ്ടത്. ഓക്കെ, യെസ്. ഓക്കെ, സെക്കൻഡ് പോയിന്റ് എന്താണ്? Entry to the labor room should be permitted only to the pregnant woman, her birth partner, doctor, nurse, or ANM on duty, and other support staff, cleaning staff should be allowed periodic entry. ഇനി ആരൊക്കെയാണ് അതിനകത്തേക്ക് പെർമിഷൻ ഉള്ളത്, പെർമിറ്റ് ചെയ്തിരിക്കുന്നത് ആരൊക്കെയാണ് ലേബർ റൂമിനകത്തേക്ക്? ഒന്നാമത്തത് പ്രഗ്നന്റ് വുമൺ ആണ് അല്ലെ. പ്രഗ്നന്റ് വുമണും ഹർ ബർത്ത് പാർട്ട്ണറും ഉദ്ദേശിക്കുന്ന ആരാണ്? ഹസ്ബൻഡ് ആണ് അല്ലെ. ബർത്ത് പാർട്ട്ണർ ഉദ്ദേശിക്കുന്നത് ഹസ്ബൻഡിനെയാണ്. ഡോക്ടർ, നഴ്സ് ഓർ ANM. ANM എന്ന് പറഞ്ഞാൽ ആരാണ്? ഓക്സിലറി നഴ്സ് മിഡ്വൈഫ്. നോട്ട് ചെയ്തോളൂ കേട്ടോ. ഓക്സിലറി AUXILARY. auxiliary AUXILARY, auxiliary nurse midwife. Nurse midwife, NURSEMIDWIFE. midwife എന്ന് പറഞ്ഞാൽ ആരാണ്? മലയാളത്തിൽ നമ്മൾ അതിനെ സൂതകർമ്മിണികൾ എന്ന് പറയും. അതായത് ഗർഭസമയത്ത് നഴ്സുമാരുടെ ഒപ്പം തന്നെ പരിചരിക്കാനായിട്ട് കുറച്ച് സ്ത്രീകൾ ഉണ്ടായിരിക്കും. അവരെയാണ് നമ്മൾ മിഡ്വൈഫ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സൂതകർമ്മിണികൾ എന്ന് പറയുന്നത് അല്ലെ. ഹെൽപ്പ് ചെയ്യുന്നതിന്, കുഞ്ഞിനെ എടുക്കുന്നതിന്, അമ്മയെ നോക്കുന്നതിനൊക്കെ ആയിട്ടൊരു കുറച്ച് സ്ത്രീകൾ അവിടെ ഉണ്ടായിരിക്കും. സപ്പോർട്ടിങ് നഴ്സിംഗ് സ്റ്റാഫുകളല്ല, അല്ലാതെ അവരെ സഹായിക്കുന്നതിനുള്ള ഒരു കുറച്ച് സ്ത്രീകൾ ഉണ്ടായിരിക്കും അല്ലെ. സ്റ്റാഫുകളെയാണ് ANM അഥവാ ഓക്സിലറി നഴ്സ് മിഡ്വൈഫ് എന്ന് പറയുന്നത്. പിന്നെ ആരാണ്? സപ്പോർട്ടിംഗ് സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും. സപ്പോർട്ടിംഗ് സ്റ്റാഫുകള്. പിന്നെ ക്ലീനിങ് സ്റ്റാഫുകൾ എങ്ങനെയായിരിക്കും? പീരിയോഡിക് എൻട്രി ആയിരിക്കും അല്ലെ. അവർക്ക് നിശ്ചിതമായിട്ടുള്ള ഇടവേളകളിലായിരിക്കും അവര് എൻട്രി ചെയ്യുന്നത്. ക്ലീൻ ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് അവർ പീരിയോഡിക് ആയിട്ടായിരിക്കും അവര് അതിനകത്തേക്ക് പ്രവേശിക്കുന്നത്. അപ്പൊ പ്രധാനമായിട്ടും അവിടെ ആരൊക്കെയായിരിക്കും എൻട്രി ഉള്ളത്? പ്രഗ്നന്റ് വുമൺ ഉണ്ടായിരിക്കും, ഹസ്ബൻഡ് ഉണ്ടായിരിക്കും, ഡോക്ടർ, നഴ്സോ, ANM ആൻഡ് other supporting staff and cleaning staff only. ഇത്രയും പേർക്ക് അതിന്റെ അകത്ത് പ്രവേശനമുള്ളൂ. Okay. Then before getting into the room, slippers, cap, mask should be worn by all visitors, including the companion. ഇനി അതിന്റെ അകത്ത് കയറുന്നതിന് മുമ്പായിട്ട് എന്തൊക്കെ ധരിച്ചിരിക്കണം എന്നാണ് പറയുന്നത്? സ്ലിപ്പേഴ്സ്, ക്യാപ്സ്, മാസ്ക് അല്ലെ. ഇത്തരം കാര്യങ്ങൾ വിസിറ്റേഴ്സ് അല്ലെങ്കിൽ എല്ലാ കമ്പാനിയൻസും കയറുന്നതിന് മുമ്പായിട്ട് അത് ഉപയോഗിച്ചിട്ട് വേണം അതിൻ്റെ അകത്തേക്ക് കയറാനായിട്ട്. Yes. That any visits of people other than on duty staff, pregnant woman and birth companion to the labor room should be short and timed to the task, such as cleaning, etc. Any visit of people other than on duty staff, pregnant woman, birth companion to the labor room should be short and timed to the task. എന്താണ് പറയുന്നത്? എത്ര സമയം അതിനകത്ത് വിസിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും? നിശ്ചിത പീരീഡിൽ മാത്രമല്ല, നിശ്ചിത സമയത്തേക്ക് സമയപരിധി ഉണ്ടായിരിക്കും. ആ ഒരു ലിമിറ്റഡ് ടൈമിൽ മാത്രമേ അതിൻ്റെ അകത്ത് നിൽക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പൊ ആർക്കാണ്? ഇപ്പൊ കമ്പാനിയൻ അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ആൾക്കും എന്താണ് കുറച്ച് സമയം, ഒരു ഷോർട്ട് ടൈം പീരീഡ് മാത്രമേ അവിടെ ലിമിറ്റഡ് ടൈംസ് ഉണ്ടായിരിക്കും. എത്ര ടൈം മാത്രമേ അതിൻ്റെ അകത്ത് പ്രവേശിക്കാൻ പാടുള്ളൂ. അപ്പൊ അതിനുള്ളിൽ തന്നെ എന്താണ് പുറത്തിറങ്ങിയിരിക്കണം. ഓക്കെ. ഇനി മെയിൽ സ്റ്റാഫുകളുടെ എൻട്രി എങ്ങനെയായിരിക്കും? ലേബർ റൂമിലെ മെയിൽ സ്റ്റാഫുകള് എൻട്രി ചെയ്യോ? മെയിൽ സ്റ്റാഫുകളെ male staff entry should be confined only. Number point. Before getting the room, slippers, caps, and masks should be worn by visitors, including the companion. എന്താണ്?
ആരാണെങ്കിലും അതിന്റെ അകത്ത് കയറുന്ന സമയത്ത് സ്ലിപ്പേഴ്സും ക്യാപ്സും മാസ്കുകളും ധരിച്ചിട്ട് വേണം അതിന്റെ അകത്തേക്ക് പ്രവേശിക്കാനായിട്ട്. ഓക്കെ. Then male staff entry should be confined only to those who are on duty or have been called for any accessories and fittings. Called for any accessories and fittings. They should be humble and gracious to the dignity and privacy of the woman. എന്താണ് മെയിൽ സ്റ്റാഫുകളുടെ പ്രവേശനം എങ്ങനെയായിരിക്കും? എന്തെങ്കിലും തരത്തിലുള്ള ഡ്യൂട്ടി, അതായത് ഏതെങ്കിലും ആക്സസറീസ് ഫിറ്റ് ചെയ്യുന്നതിലോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ മെയിൽ സ്റ്റാഫുകൾക്ക് അതിന്റെ അകത്തേക്ക് പ്രവേശനം ഉണ്ടായിരിക്കുള്ളൂ. Then they should be humble and gracious to the dignity and privacy of the woman. പക്ഷെ അതിനകത്ത് കയറുന്ന മെയിൽ സ്റ്റാഫുകൾ എങ്ങനെയായിരിക്കണം ബിഹേവ് ചെയ്യേണ്ടത്? എങ്ങനെയായിരിക്കണം? അത് പ്രഗ്നന്റ് വുമൻസിനോട് വളരെയധികം മാന്യതയോട് കൂടി തന്നെയായിരിക്കും ഡിഗ്നിറ്റി, ആ ഒരു ഡിഗ്നിറ്റി കളയാണ്ട് അവരോട് പെരുമാറാനായിട്ട് പാടുള്ളതല്ല അല്ലെ. അവരുടെ വുമൻസിന്റെ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്ത തരത്തിലായിരിക്കണം മെയിൽ സ്റ്റാഫുകൾ അതിന്റെ അകത്തേക്ക് പ്രവേശിക്കാനും അവരോട് ബിഹേവ് ചെയ്യാനും പാടുള്ളൂ. ഓക്കെ. എന്തെങ്കിലും തരത്തിലുള്ള ആക്സസറീസ് ഫിറ്റ് ചെയ്യുന്നതിലോ മറ്റു ഫെസിലിറ്റീസിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ മാത്രമേ മെയിൽ സ്റ്റാഫുകൾ അതിനകത്ത് പ്രവേശിക്കുകയുള്ളൂ. കയറുന്നവരെ എന്താണ് ആ വുമൻസിന്റെ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്ത് അവരോട് നല്ല മാന്യമായിട്ട് വേണം ബിഹേവ് ചെയ്യാനായിട്ട്. ഓക്കെ. ഓക്കെ. ഹംബിൾ എന്ന് വെച്ചാൽ ഹംബിൾ ആൻഡ് ഗ്രാഷ്യസ് എന്ന് വെച്ചാൽ ഹംബിൾ എന്ന് വെച്ചാൽ എന്താ? ഹംബിൾ ആയിട്ട് പെരുമാറാന്ന് പറഞ്ഞാൽ എന്താ? വിനീതമായി അല്ലെങ്കിൽ എന്താ? ഹംബിളിന്റെ മീനിങ് എന്താണ്? ഹംബിൾ ആയിട്ട് ബിഹേവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ആള് ഭയങ്കര ഹംബിൾ ആണ് എന്ന് പറയാനെന്താ? യെസ്, മാന്യമായി ഡിഗ്നിറ്റി എല്ലാം കഴിഞ്ഞിട്ട് തന്നെ ഉദ്ദേശിക്കുന്നു കേട്ടോ. വിനീതമായിട്ട് അല്ലെങ്കിൽ മോശമായ ബിഹേവിയർ അവിടെ കാഴ്ചവെക്കരുത് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. മോശമായിട്ട് അവരോട് പെരുമാറുന്നത് വിനീതമായിട്ട് നല്ല വിനയത്തോടു കൂടി വേണം അവരെ ആ വുമൻസിന്റെ എന്താ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യുന്ന തരത്തിലായിരിക്കണം അവരോട് മെയിൽ സ്റ്റാഫുകൾ ബിഹേവ് ചെയ്യുന്നത്. വളരെ സൗമ്യമായിട്ട്. യെസ്, വെരി ഗുഡ്. ഹംബിൾ എന്ന് പറയുന്നത് സൗമ്യമായിട്ട്. ഓക്കെ. calm and quiet. യെസ്, അടിപൊളി. എന്തൊക്കെ പ്രോട്ടോകോൾസ് ആണ് ലേബർ റൂമിനകത്ത് നോക്കേണ്ടത് എൻട്രി ചെയ്യുന്ന സമയത്ത്? Entry to the labor room should be indirect, quickly way buffer. So require is to made if possible to change of shoes. ഒരു പ്രത്യേകമായ ഒരു ഇടമായത് കൊണ്ട് തന്നെ എന്താണ് അവിടെ പ്രത്യേക രീതിയിലായിരിക്കണം എൻട്രി ചെയ്യേണ്ടത് അല്ലെ. ഷൂസുകൾ ചേഞ്ച് ചെയ്യാം, മാസ്ക്, ക്യാപ്പ് എന്നിവ ഉപയോഗിച്ചിട്ട് വേണം ലേബർ റൂമിനകത്തേക്ക് കയറാനായിട്ട്. പിന്നെന്താണ്, ആരൊക്കെയായിരിക്കും അതിന്റെ അകത്ത് പെർമിഷൻ ഉള്ളത്? പ്രഗ്നന്റ് വുമണിനും ബർത്ത് പാർട്ട്ണറും ഡോക്ടർ നഴ്സിനും ഓക്സിലറി നഴ്സ് മിഡ്വൈഫിനും അതർ സപ്പോർട്ടിംഗ് സ്റ്റാഫുകളും ഫീൽഡ് സ്റ്റാഫുകളും മാത്രമായിരിക്കും അതിന്റെ അകത്ത് പ്രവേശനം ഉണ്ടായിരിക്കുക. വിസിറ്റേഴ്സോ കമ്പാനിയൻസോ ഒക്കെ അതിന്റെ അകത്ത് കയറുമ്പോൾ എന്താണ് സ്ലിപ്പേഴ്സോ ക്യാപ്പും മാസ്ക് ഒക്കെ ധരിച്ചിട്ട് വേണം അതിന്റെ അകത്തേക്ക് പ്രവേശിക്കാനായിട്ട്. നേരത്തെ പറഞ്ഞ പോയിന്റ് ആയിട്ട് കണക്റ്റഡ് ആണ് കേട്ടോ. വിസിറ്റേഴ്സ് തന്നെ പ്രത്യേക ഒരു സമയം, ഒരു ടൈം ലിമിറ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ഒരു ടൈം ലിമിറ്റിനുള്ളിൽ തന്നെ പ്രവേശിച്ച് പുറത്തേക്ക് ഇറങ്ങേണ്ടതാണ്. ഒരു ഷോർട്ട് ടൈം പീരീഡ് ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. ആ ഒരു പീരീഡിനുള്ളിൽ തന്നെ എന്താണ് തിരിച്ചിറങ്ങേണ്ടതായിരിക്കും. പിന്നെ മെയിൽ സ്റ്റാഫിന്റെ എൻട്രി എങ്ങനെയാണ്? ലേബർ റൂമിലെ മെയിൽ സ്റ്റാഫിന്റെ എൻട്രി എങ്ങനെയായിരിക്കും? ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ ക്ലാസ് എടുത്ത ഒരു മിസ്സിനെ അറിയാമോ? ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ എല്ലാവരും ഉണ്ടായതാണോ? യെസ്, നിഷ മാം എന്നൊരു മാം അല്ലേ എടുത്തിരുന്നത്? മിസ് ഒരു 5 മിനിറ്റ് നിങ്ങളോടൊന്ന് സംസാരിക്കാനായിട്ട് നമ്മുടെ ക്ലാസ് കഴിഞ്ഞതിന് ഒരു 5 മിനിറ്റ് മുമ്പ് വരും. മിസ്സിന് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനാണെങ്കിൽ മിസ്സിനോട് പറയാം. ഓക്കെ. യെസ്,
ഓക്കെ, ഇത് ക്ലിയർ ആണോ? പ്രോട്ടോകോൾസ് ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഇനി protocols for working in the labor room. Protocols for working in the labor room. എന്തായിരിക്കാം? എന്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്? Protocols for working in the മെയിൽ സ്റ്റാഫിന്റെ എൻട്രി ഒന്നുകൂടി പറയണോ? കാരണം മെയിൽ സ്റ്റാഫുകൾക്ക് എന്തെങ്കിലും ആക്സസറി നമ്മുടെ ലേബർ റൂമിന്റെ അകത്ത് എന്തെങ്കിലും ആക്സസറീസോ എന്തെങ്കിലും അത് ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കും അവർ അതിനകത്തേക്ക് പ്രവേശിക്കുക. അത് പ്രവേശിക്കുന്ന സമയത്ത് എന്താണ് അവിടെയുള്ള വുമൻസ്, ലേബർ വുമൻസിന്റെ അവർക്ക് വേറൊരു വിധത്തിൽ മോശമായ ഒരു അനുഭവങ്ങളൊന്നും ഉണ്ടാവാതെ അവരെ നല്ല ഹംബിൾ ആയിട്ട് വേണം അവരോട് ബിഹേവ് ചെയ്യാനായിട്ട്, അവരുടെ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വേണം അവര് അതിന്റെ അകത്തേക്ക് പ്രവേശിക്കാനായിട്ട്. ഇത്ര അവിടെ പറയുന്നുള്ളൂ. ഓക്കെ, ഇനി ഇവിടെ സ്റ്റാഫുകളുടെ കാര്യമാണ് പറയുന്നത് അല്ലെ. സ്റ്റാഫുകൾക്കുള്ള പ്രത്യേക പ്രോട്ടോകോൾസ് എന്തൊക്കെയാണ്? All the staff must wear personal protectives at the time of performing delivery, and at all other times caps and masks must be worn. എന്താണ് സ്റ്റാഫുകൾ ഏത് രീതിയിലുള്ള വസ്ത്രം ധരിക്കണം എന്നാണ് പറയുന്നത്? ഏത് രീതിയിലുള്ള ക്ലോത്ത്സ് ഉപയോഗിക്കാനാണ് പറയുന്നത്? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ്സ് അല്ലെ, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സുകൾ നിർബന്ധമായിട്ടും ഉപയോഗിച്ചിരിക്കണം അല്ലെ. ഡെലിവറി സമയത്ത് അതിന് മുൻപും ശേഷവും എന്താണ് PPE വെയർ ചെയ്തിരിക്കണം അല്ലെ. എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത്? ക്യാപ്സും അതർ ടൈംസ് ക്യാപ്സും മാസ്കും എന്തായാലും അവിടെ ധരിച്ചിരിക്കണം. ഓക്കെ, ബസ് വേറെ പ്രൊട്ടക്റ്റീവ് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, മറ്റ് ഇൻഫെക്ഷൻസ് ഒന്നും പകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അപ്പൊ PPE വെയർ ചെയ്ത് ചെയ്യുന്നത്. ഓക്കെ, എല്ലാ സ്റ്റാഫുകളും അത് നിർബന്ധമായിട്ട് വെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, and disposal sterile gloves should be used after accurate hand washing while examining or the delivery. എന്താണ് disposable sterile gloves should be used after accurate hand washing while examining or the delivery. പറഞ്ഞാൽ എന്താണ്? sterile gloves എങ്ങനെ ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്? പ്രോപ്പർ ആയിട്ട് ഹാൻഡ് വാഷ് ചെയ്തതിന് മാത്രമാണ് ശേഷമായിരിക്കണം സ്റ്റെറൈൽ ഗ്ലൗസസുകൾ, ആഫ്റ്റർ ഹാൻഡ് വാഷിന് ശേഷം മാത്രമായിരിക്കണം ആ ഗ്ലൗസസുകൾ ഉപയോഗിക്കാനുണ്ട്. അതിനുശേഷം മാത്രമേ എന്താണ് അത് ഉപയോഗിച്ച ശേഷം മാത്രമേ എന്താണ് ഡിസ്പോസ് ചെയ്യണം. പ്രോപ്പർ ആയിട്ട് കളയുന്ന സ്ഥലത്ത് ഡിസ്പോസ് ചെയ്യുകയും വേണം. Then protocol for infection prevention. Other hand, sorting out and disposable bins should strictly be overhead, and the protocol poster should be wall mounted in the area where color coded bins are located. എന്താണ് നമ്മുടെ ഡിസ്പോസിബിൾ ചെയ്ത കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. അവിടെ ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യുന്നതിനുള്ള കുറച്ച് പ്രോട്ടോകോൾസ് പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലെ. അണുബാധ തടയുന്നതിനുള്ള കുറച്ച് നിയമാവലികൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പൊ അത് സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ അംഗീകരിക്കുകയും ഏത് നമ്മുടെ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് പോസ്റ്ററുകൾ വാൾ മൗണ്ട് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ. ഏതൊക്കെ രീതിയിലുള്ള വേസ്റ്റസ് എവിടെയൊക്കെയാണ് ഡിസ്പോസ് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ട് എന്താണ് അവിടെ വാൾ മൗണ്ട് എന്ന് വെച്ചാൽ പോസ്റ്റർ ആ വാളിൽ ഒപ്പിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. ഏതൊക്കെ രീതിയിലായിരിക്കണം ആ ഒരു പോസ്റ്റർ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഏതൊക്കെ കളർ കോഡ് ചെയ്തിട്ടുള്ള ബിൻസ്. കളർ കോഡ് ബിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോന്നും കളയാനായിട്ട് ഓരോ നമ്മള് ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് കണ്ടിട്ടില്ലേ, ഓരോ പച്ച, മഞ്ഞ, നീല കളറിലെ ഇങ്ങനെ വേസ്റ്റ് ബാസ്കറ്റ് വെച്ചിട്ടുണ്ടായിരിക്കും. അത് ഓരോ കളർ കോഡ് എന്ന് വെച്ചാൽ ഇന്ന വേസ്റ്റുകൾ ഇന്ന ബാസ്കറ്റിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യാൻ പാടുള്ളൂ. ബയോമെഡിക്കൽ വേസ്റ്റുകൾ ഇടേണ്ട വേസ്റ്റ് ബിൻസ് പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിന്റെ പേര് അവിടെ ലേബൽ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ. ഓരോന്നും കളയുന്നതിന് അവിടെ ലേബൽ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ലേബൽ ഇല്ലാതെ അവർക്ക് സ്റ്റാഫുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എന്തായിരിക്കും കളർ കോഡിലായിരിക്കും അല്ലെ. ഓരോ കളർ കണ്ടാൽ അവർക്ക് അറിയാം ഏതൊക്കെ ഒബ്ജക്റ്റുകളാണ് എവിടെയാണ് ഡിസ്പോസ് ചെയ്യുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ഗ്ലൗസ് മറ്റ് വെയറുകളൊക്കെ എവിടെ ഡിസ്പോസ് ചെയ്യണമെന്ന് സ്റ്റാഫുകൾക്ക് കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് എന്താ കളർ കോഡ് ബിൻസുകൾ അവിടെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ബിൻസ് എന്ന് വെച്ചാൽ ഡസ്റ്റ്ബിൻ ഇല്ല, വേസ്റ്റ് ഡസ്റ്റ്ബിന്നിന് വേണ്ടി പറയുന്നു. മനസ്സിലായോ നിങ്ങൾക്ക്? ബിൻസ് ഹോസ്പിറ്റലിൽ നമ്മൾ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്ന ബിൻസുകൾ കണ്ടിട്ടില്ലേ? യെസ്, ഓക്കെ.
അത് ഓരോ ലൊക്കേഷനിലും അത് ലൊക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിൽ മാത്രമേ പറഞ്ഞിരിക്കുന്ന കളർ കോഡുകളിൽ മാത്രമേ ഓരോ വേസ്റ്റുകൾ എന്താണ് ഡിസ്പോസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതേപോലെ ലേബിൾഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ കളർ കോഡ് ചെയ്തിട്ടുള്ള ബാഗുകളില് വേസ്റ്റസുകൾ ഡിസ്പോസ് ചെയ്യുന്നത്. അപ്പൊ സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക 2 നിർദ്ദേശങ്ങൾ ഇത് മാത്രമാണ് അവിടെ പറയുന്നത്. എന്തൊക്കെയാണ്? ഒന്നാമത്തേത്, എല്ലാ സ്റ്റാഫുകളും പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് വെയറുകൾ യൂസ് ചെയ്തിരിക്കണം, അല്ലെ? പിന്നെന്താണ്? ആക്യുറേറ്റ് ആയിട്ട് ഹാൻഡ് വാഷ് ചെയ്തതിന് മാത്രമേ എന്താണ് ഗ്ലൗസ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ദെൻ യൂസ് ചെയ്ത ഗ്ലൗസുകൾ എന്താണ് പ്രോപ്പർ ആയിട്ട് തന്നെ ഡിസ്പോസിബിൾ ചെയ്തിരിക്കണം. പിന്നെന്താണ്? അപ്പൊ പ്രോട്ടോകോൾസുകളെല്ലാം തന്നെ വാൾ മൗണ്ടഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഓരോ പോസ്റ്ററുകളിൽ ഏതൊക്കെ രീതിയിലായിരിക്കും അത് ഡിസ്പോസ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കാണാറില്ലേ പോസ്റ്റർ വെച്ചിട്ടുണ്ടായിരിക്കും, ഇന്ന സാധനങ്ങൾ ഇവിടെ നിക്ഷേപിക്കുക, ഇവിടെ ഡിസ്പോസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ആ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാത്രമേ അതൊക്കെ ഡിസ്പോസ് ചെയ്യാൻ പറ്റുള്ളൂ. മാത്രമല്ല ഓരോ ഡസ്റ്റ്ബിൻസുകളും ഓരോ വേസ്റ്റ് ബിൻസുകളും കളർ കോഡ് ചെയ്തിട്ട് ഓരോ സ്ഥലങ്ങളിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ മാത്രമേ അതൊക്കെ ഡിസ്പോസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. സ്ക്രീൻ കാണുന്നില്ലേ? ആർക്കും കാണുന്നില്ലേ? ഉണ്ടല്ലോ. റേഞ്ച് ഉള്ളോടത്തിരിക്കണം കേട്ടോ, റേഞ്ച് ഉള്ളോടത്തിരിക്കണേ. ചെറുത്തന്റെ റേഞ്ച് പോലെ ആയിരിക്കണോ? ഓക്കെ. Then supervision for quality of care in the labor room. ഇനി ലേബർ റൂമിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്, സൂപ്പർവൈസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നതിന് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നോട്ട് ചെയ്യുന്നത്? ഓക്കെ, അതായത് ലേബർ റൂമിന്റെ മേൽനോട്ടം വഹിക്കുന്ന അതിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള എന്തെല്ലാം കാര്യങ്ങളായിരിക്കും അവിടെ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യപ്പെടുന്നത്? എന്തൊക്കെയായിരിക്കും പ്രധാനമായിട്ട് വരുന്നത്? Should have a neatness checklist for evaluation that should be completed and signed by the supervisor who conducts a visit of the labor room. എന്തായിരിക്കും ആദ്യമായിട്ട് അവിടെ ചെക്ക് ചെയ്യപ്പെടുന്നത്? ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഏറ്റവും ആദ്യം ചെക്ക് ചെയ്യുന്നത് എന്താണ്? അവിടെ നീറ്റ്നെസ് ആയിരിക്കും, അല്ലെ? ലേബർ റൂമിന്റെ നീറ്റ്നെസ് ചെക്ക് ചെയ്യപ്പെടുന്നത്, വളരെയധികം ക്ലീൻ ആണ് എന്നത് ഇവാലുവേറ്റ് ചെക്ക് ലിസ്റ്റ് ഉണ്ടായിരിക്കും. ഇന്ന റൂമുകൾ ഇത്രത്തോളം ക്ലീൻ ചെയ്തിട്ടുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ചെക്ക് ലിസ്റ്റിൽ ഉണ്ടായിരിക്കും. ഇന്ന ലേബർ റൂമിന്റെ ആ സ്പേസിൽ എങ്ങനെയാണ്, ഇന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്തിട്ടുണ്ടോ, ന്യൂബോൺ കെയറിന്റെ ഏരിയാസിൽ എത്രത്തോളം വ്യക്തിയുണ്ട്, അതുമായി ബന്ധപ്പെട്ട ഒരു ചെക്ക് ലിസ്റ്റ് അവർ തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഗുഡ് ആണെങ്കിൽ ഓരോന്നിനും അവരെ ചെക്ക് ചെയ്ത് മാർക്ക് ചെയ്യും, വാലിഡേറ്റ് ചെയ്യും. ആ ഒരു ഏരിയ കംപ്ലീറ്റ് നോക്കും, വിസിറ്റ് ചെയ്യും. സൂപ്പർവൈസ് ചെയ്തതിനു ശേഷം അത് ക്ലിയർ ആണോ, ഫുൾ നീറ്റ്നെസ്സിലാണോ കിടക്കുന്നത് എന്നുള്ളത് കൃത്യമായി അവരെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. അതാണ് ഫസ്റ്റ് പോയിന്റിൽ വരുന്നത്. ഓക്കെ, അത് ഓൾറെഡി എല്ലാം ഓക്കെ ആണെങ്കിൽ എന്താണ് ആ സൂപ്പർവൈസർ ആ ചെക്ക് ലിസ്റ്റ് സൈൻ ചെയ്യും. ഓക്കെ, ആ ഇവാലുവേഷന് ശേഷം ആ ഏരിയാസ് കംപ്ലീറ്റ് നോക്കിയതിന് ശേഷമാണ് ആ സൂപ്പർവൈസർ അത് സൈൻ ചെയ്ത് ഓക്കെ ഇടുന്നത്. പിന്നെന്താണ് സെക്കൻഡ് പോയിന്റ്? എന്താണ്? The facility in charge should visit labor room twice during each week. Second point എന്താണ്? The facility in charge should visit labor room twice during each week. ലേബർ റൂമിന്റെ ഇൻചാർജ് ഉള്ള ഒരു വ്യക്തി ഉണ്ടായിരിക്കും, അല്ലെ? ലേബർ റൂമിന്റെ ഇൻചാർജ് ഉള്ള ഒരു ഫെസിലിറ്റി ഇൻചാർജ് ഉള്ള ഒരാളുണ്ടായിരിക്കും, അല്ലെ? അവര് എങ്ങനെയാണ് വീക്കില് 2 പ്രാവശ്യമായിരിക്കും ലേബർ റൂം ചെക്ക് ചെയ്യുന്നത്, ലേബർ റൂം വിസിറ്റ് ചെയ്യുന്നത്. ലേബർ റൂമിന്റെ ഇൻചാർജ് ഉള്ള ആ ഒരു പേഴ്സൺ എന്താണ് ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും ലേബർ റൂം വിസിറ്റ് ചെയ്തിരിക്കും. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, നമുക്ക് ഇനിയിപ്പോ ഇത് ഇവിടം വരെ മതി. ഇപ്പൊ മിസ് വരും, നിങ്ങളോട് സംസാരിക്കാനുണ്ട്. ഇവിടെ വരെ ഒന്ന് നോക്കിയിട്ട് വരും കേട്ടോ. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. നിങ്ങളാരും ലെഫ്റ്റ് ചെയ്ത് പോകരുത് കേട്ടോ. ഓക്കെ, ശരി.